ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാന്യനായ ജരീദ് സാഹിബ്, അലി അക്ബർ സാഹിബ്, പ്രിയപ്പെട്ട റിയാസ്, ബഹുമാന്യരായ ബാബുരാജ്, ബഹുമാന്യരായ നേതാക്കന്മാർ ഒരുപാട് ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുകയാണ്. വേങ്ങരയിൽ ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആദർശികമായും എന്നാൽ അതിലേറെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടെയുമാണ്. എന്നാൽ ആ ഉത്തരവാദിത്തത്തിൻ്റെ വലിപ്പത്തിലുള്ള ആശങ്കയോടും കൂടിയാണ് ഒരു ജനപ്രതിനിധിയാവാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനുള്ള മത്സരത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മണ്ഡലത്തിലെ ഓരോ ഉൾഭാഗത്ത് പോകുമ്പോഴും എനിക്കറിയാം. ഞാൻ 10 വർഷക്കാലം അഴീക്കോട് ജനപ്രതിനിധിയായി നിന്ന ഒരാളാണ്. അഴീക്കോട് മത്സരിക്കാൻ ചെല്ലുമ്പോഴുള്ള ഒരവസ്ഥ എത്രമാത്രം ദുരിതപൂർണമായിരുന്നുവെന്ന് ഞാനിപ്പോഴും പകർത്തിവെച്ച ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 10 വർഷം കൊണ്ട് ആ മണ്ഡലത്തെ ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അധ്വാനിച്ച അധ്വാനം, അതിനെടുത്ത ഒരു എഫേർട്ട് പറഞ്ഞ് തീർക്കാനാവാത്തതാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഏത് ഭാഗത്ത് പോയാലും ഏറ്റവും മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നത് വേങ്ങരയുടെ ഒരു പ്രത്യേകതയാണ്. അതും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നല്ല കൃത്യമായ MNBC മാത്രമല്ല, എല്ലായിടത്തും സിഗ്നലുകൾ അടക്കം വെക്കുന്ന PWDയുടെ മനോഹരമായ റോഡുകൾ, കോൺസ്റ്റൻസിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റികൾ, അതൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തെ വേർതിരിക്കുന്ന ഇതിലെ വലിയ പുഴകൾ കൊണ്ട് വേർതിരിച്ച് കിലോമീറ്ററുകൾ കറങ്ങിപ്പോകേണ്ടുന്ന ഒരു നിയോജക മണ്ഡലത്തെ വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കണക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. വേങ്ങര ഒരു ചെറിയ മണ്ഡലമാകുന്നത് ഇപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ എന്നോട് എല്ലാവരും പറയുന്നത് ചെറിയ മണ്ഡലമാണെന്ന് പറയുന്നത് വേങ്ങര ഒരു ചെറിയ മണ്ഡലമായതുകൊണ്ടല്ല, കറങ്ങിത്തിരിഞ്ഞു മറിഞ്ഞോടേണ്ടുന്ന മണ്ഡലത്തെ കൃത്യമായ കണക്ടിവിറ്റി കൊണ്ട് പരസ്പരം ചേർത്തു വെച്ചത് കൊണ്ടാണത് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ പതുക്കെയാണത് പൂർത്തീകരിച്ചു വരാനാവുക. 15 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിലെ ശക്തമായ ഒരു കുടിവെള്ള പ്രശ്നം, ഞാനൊക്കെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് പോരുമ്പോഴും 3ാമത്തെ തവണ മത്സരിക്കാൻ ചെല്ലുമ്പോഴും എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് വലിയ ത്രെട്ട് ഒരു കുടിവെള്ള പ്രശ്നമാണ്. അത് അവിടുത്തെ മാത്രമല്ല, കേരളത്തിന് മാതൃകയാവുന്ന തരത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരിടം ഒരുപക്ഷെ ഈ ഇവിടുത്തെ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ വികസന പ്രവർത്തനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അത് നൈരന്തര്യമായ ഒരു പ്രവർത്തനമാണ്, നമുക്കത് ചെയ്ത് തീർക്കാനാവില്ല. ഞാൻ പലപ്പോഴും TV അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 3 വരി പാത ഇപ്പോഴ് നമുക്ക് നാഷണൽ ഹൈവേയിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഓടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പറയുന്നത് ഒരു 6 വരിയെങ്കിലും അത് വേണമായിരുന്നു എന്നാണ്. 6 വരി കിട്ടുമ്പോൾ അത് നമുക്ക് 10 വരി വേണമെന്ന് തോന്നും. ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു കോൺസ്റ്റൻസിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളെ തുടങ്ങിവെച്ചത് പൂർത്തീകരിക്കാനും
സ്വപ്നം കണ്ടിടത്തേക്ക് എത്തിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്. രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പുതിയ കാലത്തിനനുസൃതമായ വികസനങ്ങൾ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് അതും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഒരു പൊതുവെ UDFന്റെ ഒരു പ്രവർത്തകനായി നടക്കുന്ന ഒരാൾ എന്ന നിലക്ക്, ഒരു പ്രചാരകനായി നടക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാവുന്നതാണ്. 10 വർഷം നിയമസഭയിൽ ഒരു അംഗമായിരുന്നു എന്ന നിലക്കും നിങ്ങൾക്കറിയാം. ഞാൻ MSFലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ പഞ്ചായത്തിൽ മത്സരിക്കുകയും പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ. അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് പറയേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു അവസരമായി നിന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പാർട്ടി അഴീക്കോട് മത്സരിക്കാൻ പറയുന്നത്. ആ മത്സരത്തിന്റെ ഘട്ടം വേങ്ങരക്കാർക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സമയമാണ്. കേരളത്തിൽ ആ സമയത്ത് അനഭിലഷണീയമായ ഒരു വലിയ വിഷയം നടക്കുന്നു. ബാബരി മസ്ജിദിന്റെ അതിസങ്കടകരമായ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വന്ന ഗതിവിഗതികൾ, അതിൻ്റെ രീതികളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനിടയിൽ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മൈനോറിറ്റിയെ അപകടപ്പെടുത്താൻ നടത്തുന്ന അതിതീവ്രമായ ചില സമീപനങ്ങൾ വളരെ ബുദ്ധിപരമായി, വളരെ സെക്കുലറായി ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമത്തിന്റെ ഭാഗമായി ചില ആളുകൾ സമുദായത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്ന സമയത്ത് ആ തീവ്രവാദ ശക്തികൾക്കെതിരെ സമുദായത്തിനകത്തുള്ള എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി പോരാട്ടം നടത്തുകയും മതേതര ശക്തികൾക്ക് കരുത്തു പകരാൻ ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു കാലമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിനുവേണ്ടി എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. ഞാൻ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആ കാലത്ത് യൂത്ത് ലീഗിന്റെ വെറും ഒരു ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അന്ന് ഈ എന്നെ കുറ്റം പറഞ്ഞ് ഇപ്പം പലതരത്തിൽ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ, ഇന്നലെയും ഇവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ, അവരുടെ സർക്കാർ, UDFന്റെ സർക്കാരല്ല, ഇപ്പോഴും എൻ്റെ കൂടെ 2 പോലീസുകാരുണ്ട്. ഏകദേശം ഒരു 18 വർഷം അധികമായി. ഞാൻ MLA ആയിരിക്കുന്ന കാലയളവിലല്ല. എന്തിനാണ് പോലീസ് സംരക്ഷണം സർക്കാരിൻ്റെ ചെലവിൽ എനിക്ക് ഇപ്പോഴും ഏർപ്പെടുത്തിയത് 18 കൊല്ലമായിട്ട് വെക്കുന്നത് എന്ന് ഈ പറയുന്നവർ പറയേണ്ട മറുപടിയാണ്. എന്തിനാണത്? എന്ത് ഭീഷണിയാണ്? ആരാണ് ഷാജിക്കയുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നത് എന്ന് പറയേണ്ടത് ഞാനല്ല, ഗവൺമെന്റാണ്. 10 വർഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും എൻ്റെ ഈ ഗവൺമെന്റ്മാരെ പിൻവലിച്ചിട്ടില്ല. അവരിപ്പോഴും ഉണ്ട്. എന്ത് തെറ്റ് ചെയ്തതിനാണ് എന്ന് നിങ്ങൾ പറയൂ. ഞാൻ ഈ രാജ്യത്തിലെ മതതീവ്രവാദികളോട് കോംപ്രമൈസ് ചെയ്യാതെ പൊരുതിയതിന്റെ ഫലമായി അപകടപ്പെടും ജീവിതം എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി അവരുടെ ഉത്തരവാദിത്വത്തിൽ വെച്ച പോലീസുകാരാണത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു വെള്ളക്കടലാസിൽ എനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രവർത്തിക്കുന്ന ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ആവശ്യവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അഴീക്കോട് ഞാൻ ചെല്ലുമ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം ഞാൻ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവനാണ്, RSSകാരനാണ്, മോദി ഭക്തനാണ്, കുമ്മനം ഷാജിയാണ്, ഒറ്റുകാരൻ ഷാജിയാണ്, വിശകല ടീച്ചറുടെ അനുജനാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധനായ ഷാജിയെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് CPMന് കൊടുക്കുന്നതാണ് അന്ന് പറഞ്ഞത്. ആ കാലം കഴിഞ്ഞു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയം വന്നപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, CPMകാരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത്. പറയുന്നതിൽ പോലും ഒരു വ്യക്തത ഉണ്ടാവില്ല. എന്നെക്കുറിച്ച് പരസ്യമായി പ്രസംഗിച്ച പ്രസംഗന്റെ കയ്യിലുണ്ട് CPMന്റെ നേതാവ്. എന്താണെന്നറിയോ? കാരണം ഞാൻ മത്സരിച്ചത് അഴീക്കോടാണ്. 20-നും 25% ഇടയിലാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ. അത്രേ മുസ്ലിങ്ങളുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് എന്നെ എന്താക്കണം? ഒരു മുസ്ലിം തീവ്രവാദിയാക്കണം. അവിടെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അവർ മനസ്സിലാക്കി. ആദ്യം ഞാൻ മുസ്ലിം വിരുദ്ധനായി, അത് ചെലവായില്ല, ഞാൻ ജയിച്ചു.
രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞത് ഷാജി ഇടത്തോട്ട് മുണ്ടുടുക്കുന്ന ആളാണ്, പരസ്യമായി പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ഇടത്തോട്ട് മുണ്ട്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇറങ്ങിപ്പോയി, ഞാൻ ഇടക്കിടക്ക് ശ്രദ്ധിക്കാറുണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് വലത്തോട്ടാണ് മുണ്ടെടുക്കുക. ഈ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവനാണ് എന്ന് പ്രസംഗിക്കുന്ന CPM നേതാക്കന്മാരാണ്. സത്യത്തിൽ ഞാനൊക്കെ പോയി വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഇവിടെ പിന്നെ KSUയിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള റിയാസിനെ പോലുള്ള ആളുകളും ഒക്കെ അവിടെ ഉണ്ട്, മജീദ് ഖാനെ പോലത്തെ ആളുകളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു മുണ്ടെടുക്കുക എന്ന് വെച്ചാൽ, ഒരു മുണ്ടുണ്ടാവുക അന്ന് MSY നടക്കും, ഒറ്റ പോക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഒരു മുണ്ടെടുത്ത് ഇങ്ങനെ കഴിയുമ്പോൾ പിറ്റേ ദിവസം അവിടെയൊക്കെ ചളിയായിട്ടുണ്ടാകുമ്പോൾ ആ മുണ്ടൊന്ന് തിരിച്ചെടുക്കും. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ ഇത് വലതു ഭാഗത്തേക്കാണ്, രണ്ടാമത് തിരിച്ചെടുക്കുമ്പോൾ ഇത് ഇടതു ഭാഗത്തേക്കാകും. പിന്നെ ഈ അരയിൽ ഇങ്ങനെ ചുളിയുമ്പോൾ നമ്മളൊന്നൊരു വെള്ളമൊക്കെ കൂട്ടിയിട്ടൊന്ന് കുടഞ്ഞിട്ട് ആ മുണ്ട് നേരെ പിടിച്ചിട്ട് മുകളിലേക്കാട്ട് അരയിലുണ്ടായിരുന്ന ഭാഗം താഴെയായിട്ടൊക്കെ മുണ്ടെടുക്കും. അധ്വാനിച്ചിട്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മോളെ കെട്ടിയാൽ ഈ പനി ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ പോയിരുന്ന ഒരു കാലമുണ്ട്. അപ്പൊ ഈ എവിടെയാണ് ഈ മുണ്ടെടുക്കുക? പണ്ടത്തെ കാലത്ത് മലപ്പുറത്തെ നമ്മളെ കാരണവന്മാരോട് ചോദിച്ചാൽ പറയും, എന്തിനാ ഈ ഇടത്തോട്ട് മുണ്ടെന്ന് വന്നത് നിങ്ങൾക്കറിയോ? എന്നുവെച്ചാൽ നമ്മൾ ഈ ഇടത്ത് ഭാഗത്ത് നിന്ന് മൂത്രമൊഴിച്ചാൽ അന്ന് ഒരു സ്ഥലത്ത് കഴുകാൻ സൗകര്യം ഉണ്ടാവില്ല, മനരിക്കാതെ അന്ന് പറയാം. അപ്പൊ അതിൻ്റെ ഒരു സൗകര്യത്തിന് വെള്ളവും തേടി പോകുന്നത് വരെ തൽക്കാലം ആ മൂത്രത്തുള്ളികൾ ദേഹത്ത് വീഴാതിരിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ആളുകൾ ഇങ്ങനെ പിടിക്കുന്നത്. അല്ലാതെ ഇതൊരു മോശപ്പെട്ട പണിയൊന്നല്ല. അതിനെ എന്നിട്ട് പറയാണ്, ഒരു മുസ്ലിം ഐഡന്റിറ്റി ആയിട്ട് ഇവർ പറയാണ്, KM ഷാജി വലത്തോട്ട് മുണ്ടെടുക്കുന്നവൻ. അഴീക്കോട് പ്രസംഗിച്ചതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ഒരു കുഴപ്പക്കാരനായി ചിത്രീകരിക്കാൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പറഞ്ഞു, സിറാത്തിന്റെ പാലം കടക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഞാൻ നോട്ടീസ് അടിച്ചു എന്ന്. ഞാൻ സമസ്തയുടെ മദ്രസയിൽ, ഏതായാലും മദ്രസയിൽ 10ാം ക്ലാസ് പഠിച്ച, അത് കഴിഞ്ഞിട്ടും ഇസ്ലാമിക പഠനത്തിന് വേറെ കോളേജിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. 1ാം ക്ലാസ് പഠിച്ച ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിച്ച കുട്ടി പറയോ സിറാത്തിന്റെ പാലെന്ന്? സിറാത്ത് പാലെന്ന് പറയും, സിറാത്തിന്റെ പാലം എന്ന് പറയില്ല. കാരണം എന്താണ്? സിറാത്ത് എന്ന് പറയുന്ന ഏതൊരു കമ്പനിയാണ്, ഓലുണ്ടാക്കിയ പാലെന്നാണ് ഈ നോട്ടീസ് അടിച്ച ഈ എന്താണ് നികേഷ് കുമാർ എന്ന് പറയുന്ന പെരുംകള്ളനായ രാഷ്ട്രീയക്കാരൻ വിചാരിച്ചത്. CPMകാരൻ. ഒരു മുസ്ലിം അങ്ങനെ പറയൂല. മുസ്ലിം പറയാ സിറാത്ത് പാലെന്നാണ്. സിറാത്തിന്റെ പാലം എന്നൊക്കെ പറഞ്ഞ് കള്ള നോട്ടീസ് അടിച്ചിട്ട് അത് ഷാജി അടിച്ചതാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ കൂട്ടാക്രമണമായിരുന്നു. ഷാജി പൈസ കട്ടു, അഴിമതിക്കാരനാണ്, കുഴപ്പക്കാരനാണ്, ഭയങ്കരനാണ് എന്ന് പറഞ്ഞ് എൻ്റെ വീട് 3 തവണ റൈഡ് ചെയ്തു. എൻ്റെ കുടുംബത്തെ ഭീകരമായി, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഭീകരമായി പീഡിപ്പിച്ചു. എന്നെ ഉപദ്രവിക്കാത്ത പ്രശ്നങ്ങളില്ല. വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു. ലക്ഷക്കണക്കിന് രൂപ സുപ്രീം കോടതിയിലെ കേസുകൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരുപാട് ജീവിതത്തിൽ വലിയ പ്രയാസം. ഒരിക്കലും ഞാൻ സങ്കടപ്പെടുകയോ ഒരു നിമിഷം പോലും പതറുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ പതറാനുള്ളതല്ല ജീവിതമെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും ഇത്തരം തല്ലിപ്പൊളികളുടെ മുമ്പിൽ ഒരു ദിവസം തലകുനിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മണ്ണിൽ നിന്ന് പിടഞ്ഞു മരിച്ചു വീടുന്നതാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഒരു സർക്കാർ പോരാട്ടത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കാതെ അവർക്കെതിരെ പൊരുതി തന്നെ നിന്നു. അങ്ങനെ തന്നെ നിന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ വക്കീലന്മാരുടെ ഒരു പടയായിരുന്നു വന്നിരുന്നത്. കാരണം അത്രക്ക് കേസാണ്, 10-20 കേസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നോമിനേഷൻ അംഗീകരിച്ചു വൈകുന്നേരം, ഒരു പ്രശ്നമില്ല, 3 കേസേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു. എങ്ങനെ തീർന്നെന്നറിയോ? ഞാൻ വർഗീയവാദി എന്ന് നിങ്ങൾ വിളിച്ചത്, ഞാൻ അഴിമതിക്കാരൻ എന്ന് വിളിച്ചത്, ED ഉണ്ടാക്കിയ കേസ്, നിങ്ങളുണ്ടാക്കിയ കേസ് കേരളത്തിൻ്റെ സുപ്രീം കോടതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് എൻ്റെ വീട്ടിൽ, നിങ്ങൾ മനസ്സിലാക്കണം, 10 കൊല്ലമായിട്ട് ഞാൻ വീടെടുത്തിട്ട്, ഏറ്റവും നന്നായിട്ട് വീടെടുത്ത്, നല്ല പെർഫെക്റ്റായിട്ട് കോഴിക്കോടത്തെ എഞ്ചിനീയറെ കൊണ്ട് വീടുണ്ടാക്കിച്ചിട്ട് എൻ്റെ വീടിന് നമ്പർ തരുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 1.5 മാസം മുമ്പാണ് എനിക്കത് കിട്ടുന്നത്. അതും സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞാനത് വാങ്ങുന്നത്. ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ അവസാനം ഇന്നലെയും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഒരു വർഗീയത പറയുന്ന ആളാണ്, വർഗീയവാദിയാണ്. ഞാൻ എന്താണ് വർഗീയത പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. 4 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു റാലി നടക്കുന്നു.
വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ റാലിയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ രാവിലെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പ്രസംഗിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുമല്ലോ. എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമുണ്ട് അന്നത്തെ തലേ ദിവസം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പള് അവരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൾ പറയാണ്, ഈ കോളേജ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിന്റെ പിന്നാമ്പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് SFIക്കാരുടെ പരാക്രമമാണ്. കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്യമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, മദ്യം കഴിക്കുന്നു. ക്യാമ്പസിനല്ല, സമൂഹത്തിന് നിരക്കാത്ത ഇണചേരലുകൾ പോലും ഞാൻ കാണുന്നു. പറയുന്നത് പ്രിൻസിപ്പളാണ്. ഞാൻ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ പ്രിൻസിപ്പളുടെ പത്രസമ്മേളനം എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പൾ പറയുന്നു, ഞാൻ അവരോട് പോയിട്ട് ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞപ്പോ ടീച്ചർക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്ന് SFIക്കാർ പറഞ്ഞത് എന്ന് ആ പ്രിൻസിപ്പൾ പറയുന്നു. കോഴിക്കോട് ഫാറൂഖ് കോളേജ് ക്യാമ്പസിന്റെ മുമ്പിൽ SFIയുടെ പോസ്റ്റർ വന്നു. എന്താ പോസ്റ്റർ എന്നറിയോ? ലൈംഗികത നിറഞ്ഞ പോസ്റ്റർ വെച്ചിട്ട് അവരതിനടിയിൽ എഴുതിയത് ലിബറലിസത്തെ കുറിച്ചാണ്, പരസ്യമായ അതിരുകളില്ലാത്ത ലൈംഗിക വീഴ്ചയെ കുറിച്ചാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഭീകരമായ അനാർക്കി ഉണ്ടാക്കാൻ SFI എന്ന് പറയുന്ന ഒരു സംഘടന ശ്രമിക്കുകയാണ്. മതം വേണ്ട, വിശ്വാസം വേണ്ട, മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഫാക്ട് ചെക്കിങ്ങിന് സൗകര്യമുള്ള ഒരു ടെക്നോളജിയുള്ള കാലല്ലേ ഇപ്പോൾ. ഷാജി എന്താ കടപ്പുറത്ത് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോ? അതിനകത്ത് പറയുന്നത് ഞാനിങ്ങനെയാണ്, ആ സന്ദർഭത്തിൽ മതമല്ല 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 പ്രശ്നം എന്നാണോ SFIക്കാരാ നീ പറയണത്? ഇത് ഇന്ത്യയാണ്. 4599 ജാതിയും മതങ്ങളുമുള്ള ഇന്ത്യയാണ്. ഈ രാജ്യത്ത് മതം തന്നെയാണ് പ്രശ്നം. മതമാണ് 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 പ്രശ്നം. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഞങ്ങളുടെ സ്വഭാവത്തെ ക്രമീകരിച്ചത് മതമാണ്. മതമില്ല എന്ന് പറഞ്ഞിട്ട് നീ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളല്ല ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം 4 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തപ്പിയെടുത്തിട്ട് തന്റെ ഫേസ്ബുക്കിൽ ലോക്കൽ സഖാക്കൾ പോലും ചെയ്യാത്ത വിധത്തിൽ വെട്ടി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഷയദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണ്, എന്നോടുള്ള ദേഷ്യത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾക്കത് പറയാതിരിക്കാനാവൂല. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, എല്ലാ വിശ്വാസികളും ഇല്ല ഇവിടെ. നമുക്ക് മതം നമ്മളുടെ വിശ്വാസമല്ലേ, നമ്മളുടെ പ്രശ്നമല്ലേ. ഞാൻ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അതിനെതിരായിട്ട് വേറെന്താ ഞാൻ പറയേണ്ടത്? മതമല്ല പ്രശ്നമെന്നോ? എനിക്ക് പറയാനാവില്ല. ഒരു ചോദ്യമുണ്ട്. ഒരു ഹിന്ദു സഹോദരനോട് നിങ്ങൾ ചോദിക്ക്, നിന്റെ മതം അവന് പ്രശ്നമാണ്, അവന്റെ പ്രശ്നമാണ്, അവന്റെ വിശ്വാസമാണ്. വേറെ എല്ലാത്തിലും അവൻ കോംപ്രമൈസ് ചെയ്യും. ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്ക്, മതം എല്ലാവർക്കും പരമമായി അവരുടെ വിശ്വാസവും ആചാരവുമാണ്. നിങ്ങൾ എന്നെ വേട്ടയാടിയത് അതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച ഒരു കള്ളക്കളിയുണ്ട്, വൃത്തികെട്ട കളിയുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്താ അധികാരമുള്ളത്? ശബരിമലയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? വാവരും അയ്യപ്പനും നമ്മളുടെ ബന്ധവും സ്നേഹമൊക്കെ നമ്മൾ കുറെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ശബരിമല നിങ്ങളറിയോ? അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി ആയതുകൊണ്ട് അവരുടെ വിശ്വാസമാണ് 10 വയസ്സിന് താഴെയുള്ള 50 വയസ്സിനു മുകളിലുള്ള സ്ത്രീകളെ വരാൻ പാടുള്ളൂ. ആർത്തവകാലത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അവിടെ വരരുത്. അയ്യപ്പന് കോപമുണ്ടാകും, ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെടും. അതവരുടെ വിശ്വാസമല്ലേ? ആ വിശ്വസിക്കാൻ അവർക്ക് അധികാരമില്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ വനിതാ മതിലുണ്ടാക്കി, നവോത്ഥാന മതിൽ. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കതിൽ സങ്കടമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആ മതിലിൽ അന്തവും കുന്തവും അറിയാതെ ഈ CPM കൊടിയും പിടിച്ചിട്ട് കുറെ മുസ്ലിം പെണ്ണുങ്ങൾ പോയി നിന്നു.
പാത്തുമ്മയും സുബൈദയും ഒക്കെ പർദ്ദയിട്ടിട്ട് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണം എന്ന് പറഞ്ഞിട്ട് ജാഥയിൽ നിന്നു. ഞാനന്ന് പ്രസംഗിച്ചു, സഭയുടെ അകത്തും പ്രസംഗിച്ചു, പുറത്തും പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചത് ഇതാണ്, ശബരിമലയിൽ പാത്തുമ്മക്ക് എന്താ കാര്യം? ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ ഇടപെടാൻ സുബൈദക്ക് എന്താ കാര്യം? ആർത്തവകാലത്ത് ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ? ആർത്തവകാലത്ത് മുസ്ലിം സ്ത്രീകൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ? ആർത്തവകാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ നിസ്കരിക്കുമോ? ആർത്തവകാലത്ത് ഖുർആൻ ഓതുവോ? അതെന്താന്ന് ചോദിച്ചാൽ എന്താണ്? അതവരുടെ വിശ്വാസമാണ്, യുക്തിയല്ല വിശ്വാസം. നമ്മൾ എല്ലാ പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കണില്ലേ? ഏതെങ്കിലും ഒരു ബാങ്ക് പെണ്ണുങ്ങൾ കൊടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര സമുദായത്തിനകത്ത് എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്? സുന്നികളിൽ എത്ര അവാന്തര വിഭാഗം, മുജാഹിദുകൾ എത്ര ആയിട്ട് വളർന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സംഘടന അക്കാര്യത്തിൽ ഒരു വിപ്ലവം പറഞ്ഞോ? ഞങ്ങൾ ബാങ്ക് കൊടുക്കട്ടെ, പെണ്ണുങ്ങൾ കൊടുത്താൽ ഒരു ഇമ്പുള്ള ശബ്ദമാണ് പെണ്ണുങ്ങൾ, ഒരു കൊടുക്കട്ടെ എന്ന് പറഞ്ഞോ? ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ ശബ്ദം പുറത്തു വരൂലേ? മൈക്കുന്ന് വരും. എന്താ കൊടുക്കാത്തത്? അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്, മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസം വേറെയാണ്, യുക്തി വേറെയാണ്. ആ പിണറായി വിജയൻ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ശബരിമലയിൽ ഇടപെടാൻ വന്നപ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നു പൊരുതി അതിന്റെ മുമ്പിൽ നിൽക്കാൻ. സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ഹിന്ദുമത വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിന്നു. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ വർഗീയവാദിയാക്കിയത്? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളാക്കിക്കോളൂ. നിങ്ങൾ സാത്താനിക് വേഴ്സസ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കാൻ എന്തൊക്കെയാ പറഞ്ഞു? നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾക്ക് MA ബേബി എത്ര കളിയാക്കി ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ. അവരുടെ വിശ്വാസമല്ലേ? എല്ലാ മതങ്ങളിലും അതിന്റെ വിശ്വാസമല്ലേ? അതിനെ അതിനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇന്ത്യ രാജ്യത്ത്, ഈ രാജ്യത്തെ ഭരണഘടന കൊടുത്ത അവകാശമല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഹിന്ദു സഹോദരന്മാരും എല്ലാവരും അനുഭവിക്കണത്? അതിനെങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യാം? എങ്ങനെ ചോദ്യം ചെയ്യാം? നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ മതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അതിന് തന്നെയാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ മലപ്പുറം ജില്ലയെ, ഞാൻ മലപ്പുറം ജില്ല, എൻ്റെ വാപ്പയൊക്കെ മലപ്പുറം ജില്ലയാണ്. ഞങ്ങൾ വയനാട്ടിലേക്ക് മലപ്പുറത്ത് കുടിയേറിയ ആളുകളാണ്. പക്ഷെ എന്നാലും ഞാൻ വയനാട്ടുകാരനാണ്. ഇപ്പൊ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഞാൻ പുറത്തു നിൽക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് പറയട്ടെ, ഈ മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ നടത്തിയ ശ്രമം നിങ്ങൾ എന്താ പറയാത്തത്? ഈ തെരഞ്ഞെടുപ്പില് ഡൽഹിയിൽ വെച്ച് ഹിന്ദു പത്രത്തിന്, ദേശീയ പത്രത്തിന് പിണറായി വിജയൻ കൊടുത്ത അഭിമുഖമുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ റേറ്റ് ഉള്ള ഡിസ്ട്രിക്ട് നമ്മുടെ മലപ്പുറമാണ്. ആരാ ചെയ്തത്? ആരാ ചെയ്തത്? ഇവിടെ പിണറായി വിജയന്റെ പോലീസല്ലേ? പിണറായി വിജയന്റെ പോലീസല്ലേ? നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടകരയിൽ BJP-ക്കാരൻ കൊണ്ടുപോകുന്ന ഹവാല പണം മറച്ചുവെക്കുകയും ഇവിടുത്തെ കരിപ്പൂരിൽ ഇറങ്ങുന്ന ഹവാലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹവാല എന്ന് പറഞ്ഞിട്ട് അത് മലപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്തിരിക്കുന്ന ശിവശങ്കരൻ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുമ്പോ കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവനന്തപുരത്തും കണ്ണൂരിൽ നിന്ന് സ്വർണം പിടിക്കുമ്പോ അവിടെ ഒന്നുമല്ല സ്വർണം പിടിക്കണത്, മലപ്പുറത്ത് മാത്രമാണ് എന്ന് ഡൽഹിയിൽ പോയി പറയുകയും ചെയ്തത് പിണറായി വിജയനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മലപ്പുറത്ത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തി, ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് കുഴപ്പമാണ്. നിങ്ങൾ ഭീകരമായ, നേരത്തെ റിയാസ് പറഞ്ഞു, ഭീകരമായ അഴിമതി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ മലപ്പുറത്ത് ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെ വോട്ട് ചോദിച്ചിട്ട് ഈ 3-4 ദിവസമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഓരോ ചെറുപ്പക്കാരെ കാണും, കോൺട്രാക്ടറാണ് എന്ന് പതുക്കെ ഒരു ഉഷാറില്ലാതെ പറയണത്. ഇന്നലെ പറയുമ്പോൾ ആര് പറഞ്ഞു 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ബില്ല് പാസ്സായിട്ട് വർഷമായി. ഈ കോൺട്രാക്ടർമാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ സർക്കാർ ഊരാലുങ്കലിനെ മാത്രം പോറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കും, കൊക്കിന് ശ്വാസമുള്ളിടത്തോളം ചോദിക്കും. നിങ്ങൾ ഉറപ്പിച്ചോ? അത് നിങ്ങൾ വേങ്ങരയിൽ മത്സരിക്കാൻ വരുന്നു, എവിടെങ്കിലും മത്സരിക്കാൻ പോണെന്ന് കരുതി മിണ്ടാതിരിക്കൂല. കാരണം 10,000-കണക്കിന് വരുന്ന കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ ജീവിതോപാധിയിലാണ് നിങ്ങൾ ഊരാങ്കിലങ്കൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ കള്ളപ്പണം നിക്ഷേപിക്കുന്ന ഒരു സ്ഥാപനം കൈയിട്ടു വാരിയത്. നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ അവിടെ?
നിങ്ങൾക്ക് ആരും ഓഡിറ്റിംഗും ഇല്ല, ഉള്ള പോലെ പൈസ എടുക്കാം എന്ന് പറയാൻ. അതുമാത്രമല്ല സഹോദരന്മാരെ, നമ്മളെ നാട്ടിലെ കുട്ടികളുടെ ഒക്കെ ഒരു പുതിയ ഒരു ബിസിനസ് രീതിയുണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടലൊക്കെ തുടങ്ങിയാൽ ഉടൻ തന്നെ ഒരു കാറ്ററിംഗ് സർവീസ് തുടങ്ങും, ഒരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങും. കോൺട്രാക്ടർമാരെ മുഴുവൻ ഇവർ തീർത്തു. ഇപ്പം എന്താ സ്ഥിതി അറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ഇവന്റ് ഗ്രൂപ്പായിട്ട് ഊരാലുങ്കൽ വരികയാണ്. നമ്മളുടെ സാധാ കുട്ടികളുടെ ജീവിതോപാധിയിൽ കൈയിടാൻ അവർ വരികയാണ്. ഞാനിത് ചൂണ്ടിക്കാണിച്ചതാണോ നിങ്ങൾ എന്നെ വർഗീയവാദിയാക്കിയത്? അതിനാണോ? ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചിട്ട് മുഖ്യമന്ത്രി നടത്തിയ അഴിമതി ചെറുതല്ല. തമിഴ്നാട്ടിലൊക്കെ ഈ തിരുട്ട് ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ ഈ 10 വർഷം തിരുട്ട് ബംഗ്ലാവ് എന്ന് മാറ്റി വിളിക്കുന്നതായിരുന്നു നിങ്ങളുടെ ക്ലിഫ് ഹൗസിന്റെ പേര്. കാരണം ഒരാളൊന്നല്ലല്ലോ, കുടുംബം അടക്കിയിരുന്ന് കക്കുമായിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞത് പുറത്തു വെച്ചിട്ടാ. അഴീക്കോട്ടുകാര് എനിക്ക് തന്ന ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു, MLA എന്നുള്ള നിലക്ക്. അവരെന്നെ നിയമസഭയിലേക്ക് എന്തിനാണ് CPM-മാരോട് പോരടിച്ചിട്ട് 10-20,000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്ത് എന്നെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടത്? അവിടെ പോയിട്ട് മിണ്ടാതിരിക്കാനാ? അല്ല, ഞങ്ങൾക്ക് വേണ്ടി പോയി പറയുന്നു പറഞ്ഞിട്ടാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിയമസഭയിൽ നിർവഹിച്ചു. 2018 മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ കള്ളിയാണ് എന്ന് സഭയിൽ വെച്ച് പറയാൻ എനിക്ക് പറ്റി. അതിനങ്ങനെ നോറെ പീഡിപ്പിച്ചാൽ നിങ്ങൾ പീഡിപ്പിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? പറയാനുള്ളത് ഞാൻ പറയണ്ടേ? അതിനാണോ നിങ്ങൾ എന്നെ വർഗീയവാദിയാണ്, കുഴപ്പക്കാരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്? അതിനാണോ നിങ്ങൾ പഠിപ്പിച്ചത്? കേരളത്തിന്റെ ക്ലിഫ് ഹൗസിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി 2 ED നോട്ടീസ് വന്നത് മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയാണ്. ഇത് കേരളത്തിന് അപമാനമായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, RSSന്റെ ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അത് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. മതത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഒരുപക്ഷെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത്. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗാന്ധിജിയെ അറിയാൻ, ഗാന്ധിജി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. കുട്ടികളോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP കൊല്ലപ്പെട്ടു മുസ്ലിം ആയതുകൊണ്ട്. ബാബരി പള്ളി പൊളിച്ചത് അതിന്റെ കെട്ടിടത്തിലുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂസിന്റെ പേരിലല്ല, മതത്തിന്റെ പേരിലാണ്. ഈ രാജ്യത്ത് അതൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, RSSന് വിഷമമുണ്ടാവും എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറയാതിരിക്കാനാവില്ല. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നവകാലിയിലേക്ക് പോകുന്ന ഗാന്ധിജിയുണ്ട്. നിങ്ങൾ പഠിക്കണ ചെറുപ്പക്കാരെ, നവകാലിയിലേക്ക് പോകുന്ന ഗാന്ധിജിയുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ പതാക ഡൽഹിയിൽ പൊന്തുന്ന ദിവസമാണ്. ഗാന്ധിജി പോയിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും പറഞ്ഞു, നിങ്ങളിങ്ങനെ തമ്മിത്തല്ലി മരിക്കല്ല. പലരും ബാപ്പുജിയോട് പറഞ്ഞു, ഭ്രാന്ത് പിടിച്ചവരാണ് ബാപ്പുജി അവര്, നിങ്ങൾ തിരിച്ചു പോയിക്കോ. ബാപ്പുജി പോയില്ല, അവിടെ നിന്നു. ആ സമയത്ത് ബാപ്പുജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഓടിപ്പാഞ്ഞു വന്ന് ബാപ്പുജിയുടെ ആ മെല്ലിച്ച ശരീരം മുറുക്ക ചേർത്ത് പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ്. അയാൾ പറഞ്ഞു, എന്റെ മക്കളെ മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. ബാപ്പുജി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാപ്പുജിയുടെ ഒരു മറുപടി ഉണ്ട്, ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു. ബാപ്പുജിയുടെ മറുപടി ഉണ്ട്. ബാപ്പുജി പറഞ്ഞു, നിങ്ങള് ഏതെങ്കിലും ഹിന്ദുക്കൾ കൊന്ന മുസ്ലിം ഉണ്ടാവും, അവന്റെ മക്കളിലൊന്നിനെ നീ എടുത്തു വളർത്ത്, എന്നിട്ട് അവനെ നല്ല മുസ്ലിമാക്കി വളർത്ത്. വെട്ടും കൊലയും നടത്തുന്ന മുസ്ലിമായിട്ടല്ല, നല്ല മുസ്ലിമായി വളർത്ത്. ഗാന്ധിജിയുടെ വാക്കായിരുന്നു. ആ ഗാന്ധിജിയെ കൊന്ന ഗോസെ ഇനി കേരളത്തിന്റെ പാഠപുസ്തകങ്ങളിലേക്ക് വരികയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി ഇറങ്ങിപ്പോവാണ്, ഗോസ വരികയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് നെഹ്റു ഇറങ്ങിപ്പോവാണ്, അവിടെ സവർക്കർ വരികയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പു തരുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം.
ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലൊക്കെ വന്നിട്ട് കുറേ വർത്താനം പറഞ്ഞു പോയല്ലോ പലരും ഇവിടെ എന്നെ ആക്ഷേപിച്ചിട്ട്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് പറയാൻ ബാധ്യതയുണ്ട്. ഞാൻ അവരോടൊക്കെ പറയണു, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു CPM-കാരൻ, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് കേട്ടോ, ഇതിന് എപ്പോഴും പറയുന്ന പോലെയല്ല, വിലയുള്ള സമയമാണ്. എനിക്ക് തിരക്കുണ്ട്, എൻ്റെ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും തിരക്കുണ്ട്. നിങ്ങൾ വേങ്ങര ടൗണിൻ്റെ മധ്യത്തിൽ നടുവിൽ നമുക്ക് സ്റ്റേജ് കെട്ടാം. നിങ്ങൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന കൊള്ളാവുന്ന നിങ്ങൾക്ക് പറ്റിയ ഒരു 10 പേരെ കൊണ്ടുവാ, എന്നിട്ട് സംസാരിക്കുക. അവർക്കാർക്കും തിരക്കില്ലെങ്കിൽ ഏതായാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തോടും വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് വാ. KM ഷാജി ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, കുറ്റം പറഞ്ഞു എന്നത് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി വേങ്ങരയിൽ നിന്ന് പോകും. പറ്റുമോ നിങ്ങൾക്ക്? നുണ പറയരുത്. പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു പറയാൻ പറ്റാത്തവരോട് പോയി പറയണം. അല്ലെങ്കിൽ അത് തിരിച്ചു വരുമെന്ന ബോധ്യമെങ്കിലും ഉണ്ടാവണം. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് വലിയ മാനമുണ്ട്. വേങ്ങരക്കാരോട് ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് CPM പൊതുയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ CPM-ന്റെ വലിയ വലിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാറ്. ടിയാൻമൻ സ്ക്വയറിനെ കുറിച്ചൊക്കെ ഒരു പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ക്വയർ ഒന്നും ഇപ്പോൾ അവർക്ക് ഓർമ്മയില്ല. അവർ വേറെ ഏതോ സ്ക്വയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എത്ര ചെറുതായി പോണത് നിങ്ങൾ എന്താ മനസ്സിലാവാത്തത്? രാഷ്ട്രീയത്തിന് വലിയ മാനമുണ്ട് സഹോദരന്മാരെ. നാളെ രാഹുൽ ഗാന്ധി കോഴിക്കോട് വരികയാണ്. ഒരു സ്റ്റേറ്റ് നഷ്ടപ്പെട്ടാൽ CPM-കാരാ കോൺഗ്രസ് തോറ്റുപോയി എന്ന് പറയുന്നതിൽ ആഹ്ലാദിക്കുന്നത് BJP ആണ്. മുസ്ലിം ലീഗൊക്കെ അതിലൊരു ഘടകകക്ഷി മാത്രമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് പോകുന്നു എന്നതിന് ഒരു മാർക്കറ്റുണ്ട്, കോടികളുടെ വിലയുണ്ട്. ആ വില നിങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്തിനാ ഈ സ്റ്റേറ്റുകൾ കിട്ടുന്നത്? ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട്. ഇവിടെ നമ്മളുടെ ഈ വേങ്ങര അങ്ങാടിയിൽ എത്ര ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടായി തുടങ്ങി നിങ്ങൾക്കറിയോ? ഞങ്ങൾ ഇന്നലെ മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ്. പറഞ്ഞു ഗ്യാസ് തീർന്നു. ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണം ഒരു ഹോട്ടലിൽ സപ്ലൈ ചെയ്യണില്ല. എവിടെയോ നടക്കുന്ന യുദ്ധമല്ലേ? നമ്മളുടെ സഹോദരന്മാരും ഗൾഫ് രാജ്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, അതും നമുക്കറിയാം. പക്ഷെ വേങ്ങരയിലേക്ക് ഗ്യാസ് എത്തണില്ല. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വരിക യുദ്ധം, അടുക്കളയിൽ വരിക യുദ്ധം. ഈ യുദ്ധം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലം ഏതാണെന്നറിയോ? നിങ്ങൾ വേങ്ങര അങ്ങാടിയിലെ ടാവട്ടത്തിലിരുന്ന് കളിക്കുന്ന കാലമല്ല. നമ്മുടെ കുട്ടികൾക്ക് ലോകത്തോട് സംസാരിക്കാൻ വേങ്ങര അങ്ങാടിയിൽ നിന്ന് കഴിയുന്ന കാലമാണ്. നിങ്ങൾ പറയുന്നത് ഗൗരവമുണ്ടെങ്കിൽ റൊണാൾഡ് ട്രംപുകൾക്കും നെതന്യാഹുകൾക്കും ലോക ഭരണാധികാരികൾക്കും, കാരണം നിങ്ങളുടെ കയ്യിൽ ടൂളുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇറാന് ഈ യുദ്ധം ചെയ്യുമ്പോൾ ഇറാന്റെ പിറകിൽ ഇറാൻ ഒറ്റക്കല്ല, ചൈനയും റഷ്യയും ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നെഹ്റുവിന്റെ ചേരിചേരാ രാജ്യത്തിന് ആ കരുത്തുണ്ടായിരുന്നെങ്കിൽ, നിക്സണോട് രാഷ്ട്രീയം പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ, നെഹ്റുവിനെ അതേപടി പകർത്തിയെടുത്ത ജീവിത വിശുദ്ധിയുള്ള രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പടനായകന്റെ കയ്യിൽ ഈ രാജ്യമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പു പറയുന്നു, ഇതൊരു ബഡായി അല്ല, ഉറപ്പു പറയുന്നു, ഈ യുദ്ധം നടക്കില്ലായിരുന്നു. വെറുതെ കളിക്കരുതേ. ട്രംപ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഏഷ്യയിൽ ഇന്ത്യയെ പോലൊരു ശാക്തിക്ക് ചേരിയില്ല. നിങ്ങളുടെ വോട്ടുകൾ ചെറിയ വിഷയമല്ല, വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തെ നിങ്ങൾ ഗൗരവത്തോടെ കാണണം. വോട്ട് ചോരി എന്ന വിഷയത്തിൽ നിന്ന് CPM മാറുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിയമസഭയിലേക്കാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണ്, നിയമനിർമ്മാണ സഭയാണ്. അവിടുത്തെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രശ്നങ്ങളുണ്ട് വേങ്ങരക്ക്. വേങ്ങരയിലെ ട്രാഫിക് ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്തെ പുതിയ പഠനങ്ങളോടുകൂടെ അത് പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് ഉറപ്പാണ്. അത് വേറെ കാര്യം, അതവിടെ ചെയ്യും. പക്ഷെ ഇന്നലെ സംസാരിച്ച ബഹുമാന്യനായ എൻ്റെ സഹോദരൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് വേറെ ഒരു കാര്യമാണ്. വേങ്ങരയിൽ അദ്ദേഹം കടകളുടെ അസോസിയേഷന്റെ എന്തോ ഭാരവാഹിയാണ്. അതുകൊണ്ട് ഇത്ര കടകൾ വേങ്ങരങ്ങാടിയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് വേങ്ങരയുടെ ട്രാഫിക് കൊണ്ടാണ് എന്ന് പറയുന്നു. സ്വാഭാവികമാണ്, ആ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട്, അത് വേങ്ങരയുടെ പ്രശ്നമാണ്. എൻ്റെ പ്രശ്നം അത് മാത്രമല്ല. ഞാൻ വോട്ട് ചോദിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രശ്നം അത് മാത്രമല്ല. തുറന്നു വെച്ച കടകളിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളുടെ വിലയാണ്. തുറക്കാത്ത കടകളുടെ വിഷയമല്ല. തുറന്നു വെച്ച സാധനങ്ങളുടെ കടകളിലെ സാധനം കൊടുക്കുന്നത് നിങ്ങൾ എത്ര വിലക്കാൻ നിങ്ങൾക്കറിയോ സഖാക്കളെ? ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടായത് 1.33%. എന്നാൽ കേരളത്തിൽ വില കയറിയത് 9.49%. എന്ന് വെച്ചാൽ വിലക്കയറ്റത്തിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലാണ് കേരളമുള്ളത്. തടുക്കണ്ടേ? 42,000 കോടി പുതിയ കടം ഈ വർഷത്തിൽ മാത്രം നിങ്ങൾ എടുത്തിരിക്കുന്നു. അത് പ്രശ്നമല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ പോണത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ ചത്തുരത്തിൽ മാത്രം കടന്ന് കറങ്ങാനാണോ? അല്ലല്ലോ. അതല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വേങ്ങരയിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. വേങ്ങരയിലെ കുട്ടികൾക്ക് സ്റ്റേഡിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണത്, സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന വേങ്ങരക്കാരെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. വേങ്ങരക്കാരൻ കളിക്കുന്നത് കാണാൻ ആളുകൾ സ്റ്റേഡിയത്തിൽ വരുന്ന ഒരു കായിക ലോകത്തെക്കുറിച്ച് ഉറപ്പ് ഞാൻ പറയുന്നു. കായിക രംഗത്തിൽ ഒരു അക്കാഡമിക്കലായ ഇടപെടൽ വേങ്ങരയിൽ തീർച്ചയായും ഉണ്ടാകും. സ്റ്റേഡിയം അടക്കമുള്ള ഇടത്ത് തീർച്ചയായും അതുണ്ടാകും. പിന്നെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക കർമ്മത്തിലൊക്കെ ഇടപെടുന്നതിന് അക്കാഡമിക്കലായിട്ട് അതിനെ കൊണ്ടുവരും. ഇവിടെ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയല്ലേ സംസാരിച്ചത്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരുപാട് SC/ST കോളനികളുണ്ട്. അത് വേങ്ങരയുടെ മാത്രം പ്രശ്നമല്ല. ഞാൻ വയനാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ആ SC/ST കോളനികൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടു. എന്താണ് സത്യത്തിൽ അവരുടെ മാനുഷികമായ ജീവിതം നിങ്ങൾക്കറിയോ? ഇവിടെ എല്ലാ സമുദായങ്ങളും നന്നായില്ലേ സഹോദരന്മാരെ? എല്ലാവരും നന്നായില്ലേ? മുസ്ലിങ്ങളിൽ വലിയ നവോത്ഥാന സംരംഭങ്ങൾ നടന്നു. ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടുത്തെ നായർ സമൂഹം, ഈഴവ സമൂഹം എല്ലാവർക്കും രക്ഷപ്പെട്ടു പോയി. ഈ പാപം സമൂഹത്തിന്റെ സ്ഥിതി എന്താണ്? വയനാട്ടിലൊക്കെ പണിയർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൊഴിഞ്ഞു പോവുകയാണ്. ദിവസവും പത്രം വായിക്കുമ്പോൾ നിങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന പല ജാതി സമുദായത്തെയും കേൾക്കാം. ആ മയക്കുമരുന്ന് വിൽക്കണില്ല. ആ കൂട്ടത്തിൽ ഒരു ആദിവാസി ദളിത് ആളെങ്ങൾക്ക് കാണാൻ പറ്റൂല. അങ്ങനെ പോലും അവർ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നവരല്ല. പക്ഷെ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന, ജീവിതം തകരുന്ന എത്ര പാവങ്ങൾ അവർക്കിടയിലുണ്ട്. അവരുടെ കോളനിന്ന് വിളിക്കാൻ പാടില്ല, അത്രേ നഗരെന്ന് വിളിക്കണം എന്നാണ്. എന്ത് പരിഷ്കാരാണോ ഇത്? അത് വിളിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഈ ദളിത് സമൂഹത്തിനുള്ളത്, ആദിവാസി സമൂഹത്തിനുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഈ നാട്ടിലെ മലപ്പുറത്തിൽ ഈ കാണുന്ന വേങ്ങരയുടെ പുരോഗതിയുടെ ഒക്കെ അടിസ്ഥാനം എന്താ അറിയോ നിങ്ങൾ? ഓരോ കുടുംബത്തിലൊരു പ്രവാസിയുണ്ട്. പ്രവാസം എന്ന് പറയുന്നത് ലോകത്തിലേക്കൊരു കണ്ണു തുറക്കലാണ്. ലോകത്തിൽ നിന്ന് നല്ല കൾച്ചറുകളൊക്കെ വീട്ടിലേക്ക് മലയാളി അത്ര വരട്ടാൻ തുടങ്ങിയത്, മലയാളി ഹദിയ കൊടുക്കാൻ തുടങ്ങിയതൊക്കെ പ്രവാസം തന്ന കൾച്ചറാണ്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏത് കോളനിയിൽ നിന്നാണ് ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഒരു പ്രവാസി ഉള്ളത്? അവർ പണിയെടുക്കാഞ്ഞിട്ടാണോ? എല്ലും മുറിയ പണിയെടുക്കും. അവർക്കിടയിൽ പ്രവാസി വന്നിട്ട് ഒരു അത്തറിന്റെ മണം ഒരു കോളനിയിൽ നിന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, കോളനികളുടെ നവീകരണം മാത്രമല്ല, അവർക്കിടയിൽ നടക്കേണ്ടുന്ന, കേരളത്തിൽ നടക്കേണ്ടുന്ന ഒരു ജാഗരണ പ്രവർത്തനത്തിന്, ഇവിടുത്തെ ഒരു സോഷ്യൽ
എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു സോഷ്യൽ എന്താണ് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഗവൺമെന്റിനോളം വലുതാണ് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ആ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ കൂടി ഇടപെടിച്ചുകൊണ്ട് ഈ വേങ്ങരയിലെങ്കിലും കേരളത്തിൽ മുഴുവൻ വരാനിരിക്കുന്ന ഒരു ആദിവാസി മുന്നേറ്റത്തിന്റെ വിപ്ലവത്തിന് ചെറിയ തരത്തിലെങ്കിലും തുടക്കം കുറിക്കാൻ നമ്മൾ ഇവിടുത്തെ കോളനികളിൽ ഇടപെടുമെന്നുകൂടെ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാണ്. അവരുടെ പൊതുശ്മശാനത്തിന്റെ പ്രശ്നമുണ്ട്, നമ്മളത് പരിഹരിക്കേണ്ടതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ 3 അടയാളം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് ഹെൽത്ത്, ഒന്ന് എഡ്യൂക്കേഷൻ, ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളറിയോ സഹോദരന്മാരെ, കോഴിക്കോട് നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്ന ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഞാൻ നാളെ മൈട്രയിലേക്ക് പോവാണ്. കോഴിക്കോട് നഗരത്തിൽ വലിയ ഹോസ്പിറ്റലുകളുണ്ട്, മൈട്രയുണ്ട്, നമുക്കറിയാം എന്താണ് മിംസ് ഉണ്ട്, ബേബി ഉണ്ട്. ആരാ ചോദിച്ചാൽ പറയും ബേബി ആസാദ് മൂപ്പൻ്റെതാണ്, മിംസ് ആസാദ് മൂപ്പൻ്റെതാണ്, ബേബി എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർതാണ്, മൈട്ര അവിടെയുള്ള ഫൈസലിൻ്റെതാണെന്ന് പറയും. ആരതും അല്ല. ബേബി പോയി, മൈട്ര പോയി, മിംസ് പോയി. അമേരിക്കയിലെ വമ്പൻ കമ്പനികൾ വന്ന് കേരളത്തിലെ എല്ലാ നഗരത്തിലുമുള്ള ഏകദേശം 20ഓളം ഹോസ്പിറ്റലുകൾ നിങ്ങൾ ഞെട്ടിപ്പോകാവുന്ന വിലക്ക്, പുറത്തു പറയുന്നത് 10,000-15,000 കോടിയാണ്, കോടാനുകോടി രൂപക്ക് വാങ്ങി. അമേരിക്കൻ മലയാളിയല്ല, അമേരിക്കക്കാരൻ. എഴുതി വെച്ചോളൂ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീകരമായ കച്ചവടം നടക്കാൻ പോകുന്നത് ആരോഗ്യരംഗത്താണ്. ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് ഒരു രോഗത്തിന് മരുന്ന് തരുമ്പോൾ വേറെ ഒരു രോഗം വരാൻ കൂടിയുള്ള മരുന്നായി അത് മാറും. രോഗം ഇവർ കൊണ്ടുവരും. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കും നിങ്ങൾ എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കണം, എവിടെയാ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന്. അപകടകരമായ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വേങ്ങരയിൽ ചെറിയ രാഷ്ട്രീയം പറയണത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം ഉണ്ടാവണം. വിദ്യാഭ്യാസം, ഞാൻ അഴീക്കോടിൽ നടത്തിയ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഒരു രീതിയുണ്ട്. അതിലേറ്റവും എനിക്ക് സന്തോഷമുള്ള, മാതൃഭൂമിയൊക്കെ പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട് അതിനെക്കുറിച്ച്. അമ്മക്കൊരുമ്മ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വലിയ സംഭവമൊന്നുമല്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആഴ്ചയിലും മാസത്തിലൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് ചോദിക്കും, ഇന്ന് രാവിലെ നിങ്ങൾ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തിരുന്നോ, കൈവെക്കെന്ന് പറയും. അമ്മയിൽ നിന്ന് തുടങ്ങേണ്ടുന്ന ഒരു കൾച്ചറുണ്ട് വിദ്യാഭ്യാസത്തിന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് 1947 ഓഗസ്റ്റ് 15 രാവിലെ ഗാന്ധിജി നവ്ഗാലിയിലേക്ക് പോണതിന് മുമ്പ് ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. ആ കത്തിൽ ഗാന്ധിജി എഴുതിയത് ഇങ്ങനെയാണ്: നമ്മുടെ വിദ്യാഭ്യാസം അക്ഷരങ്ങളുടെ ഒരു കേവല ജ്ഞാനമായിക്കൂടാ. കുറേ കാര്യം പറയുന്നുണ്ട്. കേവല ജ്ഞാനമായിക്കൂടാ, അതിൽ ധർമ്മമുണ്ടാവണം. H2O എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജനും 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളം എന്നാണ്. എന്നാൽ വെള്ളം ദാഹം കൂടിയാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മൗലികതയുടെ ഗാന്ധിയൻ സ്പർശമുണ്ടാക്കാൻ കഴിയുന്ന ഇടപെടലുകൾ ആവശ്യമായൊരു കാലാണ്. പരിവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നു. തമാശ കളിച്ചിട്ട് മാറി നിൽക്കാനുള്ള വോട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത്. മിനിഞ്ഞാന്ന് ആസാമിലെ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഇടപെടലുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുകൂടെ ഞാൻ പറയണം നിങ്ങളോട്. എന്താണെന്ന് വെച്ചാൽ, കോടതി പറഞ്ഞിരിക്കുന്നത്, ഹൈക്കോടതി അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ ഡി വോട്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരാൻ പോവാണ്. എന്താ അറിയത്? ഡൗട്ട്ഫുൾ വോട്ടർ. ഡൗട്ട്ഫുൾ വോട്ടർ എന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവൻ. നിങ്ങളുടെ പൗരത്വത്തെ ഡി വോട്ടർ ഈ കാറ്റഗറിയിൽ വന്നാൽ, ഡി വോട്ടർ എന്ന പട്ടികയിൽ വന്നാൽ പൗരത്വം സംശയിക്കാൻ പോവാണ്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേട്ടപ്പോൾ നമ്മൾ ചാടിപ്പിഴച്ചു, അത് ജാഗ്രതയായി. മെനഞ്ഞാന്ന് ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയാണ്. അതിലവർ കാറ്റഗറൈസ് ചെയ്തത് സുപ്രധാനമായ വോട്ട് പാർലമെന്റിലാണ്, 2ാമത് അസംബ്ലിയിലാണ്, 3ാമത് പഞ്ചായത്തിൽ. വോട്ട് ഷാജിക്ക് വേണ്ടി മാത്രമല്ല, UDF വേണ്ടി മാത്രമല്ല, വോട്ട് നമുക്ക് കൂടി വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാം. മറ്റൊന്ന്, നിങ്ങൾ എനിക്ക് വേണ്ടി, അതുകൊണ്ട് തന്നെ ഏറ്റവും ഇത്
ഈ മലപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ ഓരോ മണ്ഡലത്തിൽ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ വോട്ടാക്കുക പൈസ കൊടുത്തിട്ട്. വേറെ കുറെ ഒരു രാഷ്ട്രീയ ബോധമില്ല, ഒരു രാജ്യത്ത് നടക്കണ എന്താന്ന് പോലും അറിയില്ല. എന്നിട്ടൊരു തമാശ കളിച്ചിട്ട് കയ്യിലെ പൈസയും ചെലവാക്കിയിട്ട് മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കാൻ CPM-നെ പോലത്തെ ഒരു തല്ലിപ്പൊളി പാർട്ടിയുടെ പിറകിൽ പോയിട്ട് ഇതിനൊക്കെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ ആരെ ആക്ഷേപിക്കാൻ നിൽക്കുകയല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് ജയിക്കാൻ മാത്രമുള്ള വോട്ടല്ല, ഇത്തരം ആളുകളുടെ മൂട്ടിന് തീ കൊടുക്കുന്നതായിരിക്കണം നിങ്ങൾ വേങ്ങരയിലെ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാവേണ്ട റിസൾട്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഞാൻ പൂതി ഉണ്ടാവരുത്, വെറുതെ കയ്യിലും പൈസയും ചെലവാക്കി രാഷ്ട്രീയം പറയട്ടെ, നമുക്ക് സംവദിക്കാം. എനിക്ക് അഴീക്കോട് നിന്ന് ഇവിടെ വന്നുണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഉഷിരും പോലും ഇല്ല. എന്ത് പൊളിറ്റിക്സായി പറയാനുള്ളത്? സത്യമാണ്, എന്താ പൊളിറ്റിക്സ് പറയാനുള്ളത് സഹോദരന്മാരെ? രാഷ്ട്രീയമല്ലേ പറയേണ്ടത്, രാഷ്ട്രീയമല്ലേ സംസാരിക്കേണ്ടത്? ചെറിയ കാര്യങ്ങളാണോ? എത്ര ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷാജിക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചാൽ, UDF-ന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, അതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നത് ഒരു വാക്കല്ല, അത് ജീവിതത്തിൽ എടുക്കുന്ന ഒരു വ്രതമാണ്. ഞാൻ നിങ്ങൾ തരുന്ന ഈ വോട്ടിന് അതിൻ്റെ മൗലികമായ അർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഏണി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.